നമസ്കാരം. ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പ്രൊജക്ടറുകളൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊജക്ടർ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. പിക്സ്പാക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രൊജക്ടറുകൾ മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ റെക്കമെൻഡ് ചെയ്യാറുള്ള ഒരു മോഡലാണ് ഈ പിക്സ്പാക്കിന്റെ റേ ഗോൾഡ് എന്ന് പറയുന്ന മോഡൽ. അപ്പൊ ഈ ഒരു പ്രൊജക്ടർ എങ്ങനെയാണ് പിക്സ്പാക്കിന്റെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരുമാതിരിപ്പെട്ട പ്രൊജക്ടറുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിലാണ്. പിക്സ്പാക്കിന്റെയും ഫാക്ടറി ചൈനയിൽ തന്നെയാണ്. ചൈനയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. പിക്സ്പാക്കിന്റെ പ്രൊജക്ടറുകളിൽ പിക്സ്പാക്ക് റേ ഗോൾഡ് എന്ന് പറയുന്ന മോഡൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഞാൻ ഓൾറെഡി ഈ ഒരു പ്രൊജക്ടറിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എന്റെ സ്ക്രീനിലും ഐ ബട്ടണിലും ഒക്കെ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. പിക്സ്പാക്കിന്റെ ഫാക്ടറിയിൽ എങ്ങനെയാണ് പിക്സ്പാക്ക് റേ ഗോൾഡ് എന്ന് പറയുന്ന പ്രൊജക്ടർ അവർ മാനുഫാക്ചർ ചെയ്യുന്നത് നോക്കാം. എന്തൊക്കെ കമ്പോണൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതേപോലെ ഇതിന്റെ ക്വാളിറ്റി ചെക്കിൽ ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പിക്സ്പാക്കിന്റെ ഈ റേ ഗോൾഡ് എന്ന് പറയുന്ന പ്രൊജക്ടറിന്റെ അതേ ലുക്കിലുള്ള അതേ മോഡലിലുള്ള ഒരുപാട് പ്രൊജക്ടറുകൾ പല കമ്പനികൾ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനുള്ളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണന്റുകളുടെ ക്വാളിറ്റി എങ്ങനെയുള്ളതാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ പ്രൊജക്ടറിൽ നിന്ന് കിട്ടുന്ന പിക്ചറിന്റെ ക്വാളിറ്റി. അപ്പം പിക്സ്പാക്കിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മറക്കാതെ ലൈക്കോടെ ചെയ്തേക്കുക. ഇതാണ് പിക്സ്പാക്ക് റേ ഗോൾഡിന്റെ മോൾഡ്. ഇതിൽ ആദ്യം LED ലാമ്പും അതേപോലെ ഫാനും കൂടെ ഫിക്സ് ചെയ്യും. ഈ പ്രോസസ്സിംഗ് ചെയ്യുന്നതിന്റെ ഓരോ സ്റ്റേജിലും ഹൈ പ്രഷറിലെ കമ്പോണൻസ് ഓരോന്നും ക്ലീൻ ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തേർഡ് സ്റ്റെപ്പിൽ സ്പീക്കേഴ്സ് ഫിക്സ് ചെയ്യും. ഒപ്പം തന്നെ അഡീഷണൽ ഹീറ്റ് സിങ്കും ഡസ്റ്റ് ഫിൽറ്ററും ഇതിൽ ഫിക്സ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ പ്രൊജക്ടർ വരുന്നത് 100% സീൽഡ് എഞ്ചിനിലാണ്. അതിന്റെ ഒരു പ്രിപ്പറേഷൻ ആണ് ഈ ചെയ്യുന്നത്. ഒട്ടും ഡസ്റ്റ് അകത്ത് കടക്കാത്ത രീതിയിലാണ് ഇത് സീൽ ചെയ്യുന്നത്. സീലിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം സ്ക്രൂസ് ഇട്ട് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ഈ കാണുന്നത് ഇതിലേക്ക് ലെൻസ് ഫിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ സെർവോ മോട്ടർ ഓട്ടോ ഫോക്കസിന് വേണ്ടിയുള്ളത് ഇതിൽ ഫിക്സ് ചെയ്യും. ഒപ്പം തന്നെ ഓട്ടോ ഫോക്കസിങ്ങും കീസ്റ്റോൺ കറക്ഷനും ഒക്കെ പ്രോപ്പറായിട്ട് വരാനുള്ള ക്യാമറ സെൻസേഴ്സ് വെക്കും. അതിനോടൊപ്പം തന്നെ പാസീവ് റേഡിയേറ്റേഴ്സും ഫിക്സ് ചെയ്യും. പാസീവ് റേഡിയേറ്റേഴ്സ് വരുന്നതിന്റെ കാരണം നല്ല രീതിയിലുള്ള ബേസും അതേപോലെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ പ്രൊജക്ടറിൽ നിന്ന് ഈ പാസീവ് റേഡിയേറ്റർ നല്ല ക്വാളിറ്റി ഉള്ളത് വെക്കുന്നതുകൊണ്ടാണ് കിട്ടുന്നത്. അടുത്തായിട്ട് പവർ സപ്ലൈ ഫിക്സ് ചെയ്ത് ഈ മോൾഡിലേക്ക് വെച്ച് ഇത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് സ്ക്രീനും പോളറൈസർ ഗ്ലാസും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പോളറൈസർ ഗ്ലാസ് യൂസ് ചെയ്യുന്നത് സ്ക്രീനെ എക്സസീവ് ആയിട്ടുള്ള ഹീറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിൽ മൾട്ടിപ്പിൾ ഫാനും പോളറൈസർ ഗ്ലാസും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓവർ ഹീറ്റ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഒരു പ്രൊജക്ടറിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഈ ഒരു മോൾഡിൽ ഇത്രയും സെറ്റപ്പുകളെല്ലാം ചെയ്തതിന് ശേഷം പിക്സ്പാക്ക് റേ ഗോൾഡിന്റെ ഔട്ടർ കേസിംഗിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് അതും ഫിക്സ് ചെയ്യും. ഈ ഒരു ഔട്ടർ കേസിംഗ് ഒരു പക്ഷേ നിങ്ങൾ പല ബ്രാൻഡുകളുടെ പ്രൊജക്ടറിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഔട്ടർ കേസിംഗ് മാത്രമേ ആ ബ്രാൻഡുകളിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇതിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് ഒന്നും തന്നെ ക്വാളിറ്റി ഉള്ളതാകാനുള്ള സാധ്യതയില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. പിക്സ്പാക്ക് റേ ഗോൾഡിന്റെ ക്വാളിറ്റിയും അതേപോലെ സെയിം ഔട്ടർ കേസിംഗിൽ വരുന്ന മറ്റൊരു പ്രൊജക്ടറിന്റെ ക്വാളിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം. ഓക്കെ, ഇനി ഈ പ്രൊജക്ടർ ബിൽഡ് ചെയ്യുന്നതിന്റെ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. മദർ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. മദർ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മദർ ബോർഡിലേക്കുള്ള സോക്കറ്റ്സിൽ എല്ലാ പ്ലഗ്സും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് ക്വാളിറ്റി ചെക്കിനായിട്ട് ഈ പ്രൊജക്ടർ സെൻഡ് ചെയ്യും. ക്വാളിറ്റി ചെക്കിൽ ആദ്യം ചെയ്യുന്നത് സ്ക്രീനും റിമോട്ടും മദർ ബോർഡും അതേപോലെ വെച്ച എല്ലാ കോമ്പോണന്റും പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യും. ആദ്യത്തെ ക്വാളിറ്റി ചെക്ക് പാസ് ആയി കഴിയുമ്പോൾ ഫ്രണ്ടും അതേപോലെ ടോപ്പ് കവറും ഒക്കെ ഫിക്സ് ചെയ്ത് സ്ക്രൂ ചെയ്തിട്ട് സ്ട്രെസ് ടെസ്റ്റിന് വേണ്ടി ഫൈനൽ ടെസ്റ്റിന് വേണ്ടി ഇത് സെൻഡ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊജക്ടർ ഈ ടെസ്റ്റ് ഏതെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും പാക്ക് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കത്തില്ല. അതിന് മുമ്പായിട്ട് ഇത് വീണ്ടും തിരിച്ചു പോയിട്ട് എവിടെയാണോ ഇതിന് കംപ്ലൈന്റ് ഉള്ളത്, എന്താണോ ഇതിന്റെ പ്രോബ്ലം, അത് ക്ലിയർ ചെയ്ത് വീണ്ടും ഈ QC ചെക്കിങ്ങിലേക്ക് വരും. അവിടെ അത് പാസ്സാകുകയാണെങ്കിൽ മാത്രമേ അടുത്ത സ്ട്രെസ് ടെസ്റ്റിലേക്ക് പോകത്തുള്ളൂ. അതിനുശേഷം മാത്രം എല്ലാ ടെസ്റ്റുകളും കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയി കഴിയുമ്പോൾ മാത്രമേ ഇത് പാക്ക് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തത്തുള്ളൂ. ഈ ക്വാളിറ്റി ഫൈനൽ ടെസ്റ്റിൽ ഫോക്കസിങ്, ഗൈറോ സെൻസേഴ്സ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. കാരണം ഇതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് ഓട്ടോ ഫോക്കസിങ്ങും കീസ്റ്റോൺ കറക്ഷനും ഒക്കെ നല്ല രീതിയിൽ ലഭിക്കത്തുള്ളൂ. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പറഞ്ഞാലും ഈ ഫംഗ്ഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ
അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രൊജക്ട് ഒരുപാട് പ്രാവശ്യം ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോഴൊക്കെ തന്നെ ഈ ഓട്ടോ ഫോക്കസിംഗ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം. അപ്പം ഓട്ടോ ഫോക്കസിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ട്യൂൺ ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ഓട്ടോ ഫോക്കസിംഗ് കറക്റ്റ് ആകാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ആ ക്വാളിറ്റി പിക്ചർ നമുക്ക് ലഭിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുക. അടുത്തായിട്ട് ചെയ്യുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ലെവലിലുള്ള ടെസ്റ്റിംഗ് ആണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് വല്ലതും ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ക്വാളിറ്റി ടെസ്റ്റ് എല്ലാം പ്രൊജക്ടർ പാസ് ആയി കഴിഞ്ഞാൽ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഹൈ ബ്രൈറ്റ്നസിലും ഹൈ സൗണ്ടിലും ഇതിന്റെ സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും ഹൈ സ്ട്രെസ് കൊടുത്തുകൊണ്ട് 24 അവേഴ്സ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണിത്. അപ്പോൾ ഇതിലൂടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ പ്രൊജക്ടറിനുണ്ടെങ്കിൽ ഈ 24 അവേഴ്സിനുള്ളിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പാക്ക് ചെയ്ത് ഈ പ്രൊജക്ടർ കസ്റ്റമറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ പിക്സ്പാക്ക് റേഗോൾഡ് എന്ന് പറയുന്ന ഈ പ്രൊജക്ടറിന്റെ അതേ മോഡലിലുള്ള അതേ ലുക്കിലുള്ള പ്രൊജക്ടറുകൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പിക്സ്പാക്ക് റേഗോൾഡും പിക്സ്പാക്ക് റേഗോൾഡിന്റെ അതേ ലുക്കിലുള്ള മറ്റൊരു പ്രൊജക്ടറും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഏത് പ്രൊജക്ടറാണ് കൂടുതൽ പിക്ചർ ക്ലാരിറ്റി തരുന്നതെന്ന്. പിക്ചർ ക്വാളിറ്റി നമുക്ക് പിക്സ്പാക്കിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പ്രൊജക്ടർ വാങ്ങുമ്പോൾ ലുക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇതിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണന്റ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രമേ നല്ല പിക്ചർ ക്വാളിറ്റി നമുക്ക് ആ പ്രൊജക്ടറിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.